കൽപ്പടവുകളിലോ പാറയുടെ മുകളിലോ ഇരുന്ന് പുഴയിൽ കാൽപാദങ്ങൾ നനച്ചിട്ടുണ്ടോ? വെള്ളാരം കിളികൾ വലം വെച്ച് പറക്കുന്ന ആകാശക്കാഴ്ച കണ്ടിട്ടുണ്ടോ? മഞ്ഞുള്ള മകരമാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം അതിരാവിലെ എഴുന്നേറ്റ് പഞ്ചായത്ത് വഴികളിലൂടെ പോകുന്ന ഒരു ബസ്സിന്റെ സൈഡ് സീറ്റിൽ ഇരുന്നിട്ടുണ്ടോ? തുലാവർഷവും ഇടവപ്പാതിയും ഒക്കെ അങ്ങനെ കൊതിയോടെ നോക്കിയിരുന്നിട്ടുണ്ടോ? മഴ കഴിഞ്ഞ് കിളികളൊക്കെ ആകാശത്തേക്ക് ചിറകടിച്ചുയരുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാണ് കോഴി കൂകുന്നത് കേട്ട് അവസാനമായി ഉണർന്നത്. ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുമ്പോൾ അതിലെ കിളികൾ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലെ മണങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മുല്ലപ്പൂവിന്റെ, മാവ് പൂക്കുന്നതിന്റെ, കൈതച്ചക്കയുടെ, വാറ്റുപുല്ലിന്റെ, അങ്ങനെ എത്ര മണങ്ങളാണ് നമുക്ക് ചുറ്റും പ്രകൃതിയിൽ. നമ്മൾ നടന്നും ഓടിയും എത്തിയ ജീവിതത്തിൽ എത്ര ടൈംലെസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഒരിക്കലും അവസാനിക്കരുതേ എന്ന് തോന്നിയ നിമിഷങ്ങൾ. ജീവിതം വല്ലാണ്ടങ്ങ് സങ്കീർണമാകുമ്പോൾ, തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലെ ഈ ഡയലോഗ് ഓർക്കാറുണ്ട്. ട്രാവൽ എ ലോട്ട്, ബട്ട് വൺസ് ഇൻ എ വൈൽ ട്രാവൽ ബാക്ക് ടു യുവർ റൂട്ട്സ്. അതെ, വൺസ് ഇൻ എ വൈൽ ട്രാവൽ ബാക്ക് ടു യുവർ റൂട്ട്സ്. ഈ ട്രാവൽ ബാക്ക് ടു യുവർ റൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ചെലവഴിച്ചിരുന്ന നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളിലേക്കും പോകാം. അവിടെ നമ്മളെ ഹാപ്പിയാക്കുന്ന എന്തോ ഒന്ന് നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ കുട്ടിയായിരുന്ന ഞാൻ ചെയ്തിരുന്നതും ആസ്വദിച്ചിരുന്നതുമായ കാര്യങ്ങളാണ്. ഗോയിങ് ബാക്ക് ടു ദോസ് ഗ്ലോറിയസ് ഡേയ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ഈസ് നൊസ്റ്റാൾജിയ ഫോർ മീ. ഒരുപക്ഷെ നിങ്ങളുടേത് മറ്റു ചില കാര്യങ്ങളാകാം. നിതിൻ കമ്മത്ത്, സിറോദ എന്ന ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിന്റെ കോ ഫൗണ്ടറിന് സ്ട്രോക്ക് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ വന്ന വാർത്ത എങ്ങനെയായിരുന്നു? ടേക്ക് എ ബ്രേക്ക് ബിഫോർ യു ബ്രേക്ക്. നിങ്ങൾക്ക് അത്ര അത്യാവശ്യമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും ഒരു ബ്രേക്ക് എടുക്കാവുന്നതാണ്. ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ. നമ്മുടെ മെന്റൽ ഹെൽത്ത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. ടെൻഷൻ ഈസ് ഹൂ യു തിങ്ക് യു ഷുഡ് ബി, റിലാക്സേഷൻ ഈസ് ഹൂ യു ആർ ഒരു ചൈനീസ് പ്രോവർബാണ്. മത്സുവോ ബഷോ എന്ന ജാപ്പനീസ് കവി പറയുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ചുമ്മാ ഇരിക്കണം, ശാന്തമായി, ഡൂയിങ് നത്തിങ്, വെറുതെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസന്തങ്ങൾ വിരിയുന്നതും പൂവുകൾ പൂക്കുന്നതുമൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. എന്നും എപ്പോഴും വന്ന സിനിമയിൽ ലാലേട്ടൻ ഒരു രാത്രി മഴയൊക്കെ ആസ്വദിച്ച് ശാന്തമായിരിക്കുമ്പോൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്. പതിവായി ഇരിക്കുന്ന മുറി, പതിവായി എഴുതുന്ന പേന, പതിവ് തെറ്റിക്കാതെ പെയ്യുന്ന തുലാമഴ, പക്ഷേ പതിവില്ലാത്തതെന്തോ മനസ്സിൽ. അങ്ങനെ പതിവില്ലാത്തതെന്തോ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഒന്ന് ശാന്തമായിരുന്നു നോക്കൂ. ഇനി ഇടയ്ക്ക് ഒരു യാത്രയൊക്കെ ചെയ്യണമെന്നേ. യാത്രയിൽ ഇല്ലാതാവുന്ന ദൂരങ്ങൾ ഉണ്ടെന്നല്ലേ. യാത്ര കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവുകൾ സംഭവിച്ചേക്കാം. കുറച്ചും കൂടി കനം കുറഞ്ഞ് സൗമ്യമായ ഒരു നമ്മളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞാലോ. അമ്പിളി എന്ന സിനിമയിൽ ബോബി എന്ന കഥാപാത്രത്തിനുണ്ടാകുന്ന ചില തിരിച്ചറിവുകളില്ലേ. യാത്ര തുടങ്ങുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അമ്പിളിയോട് എന്തുമാത്രം ദേഷ്യത്തിലായിരുന്നു അവൻ പെരുമാറിയിരുന്നത്. പക്ഷേ യാത്രയുടെ ഒടുവിൽ അവന്റെ ഉള്ളിലെ കനം കുറഞ്ഞ് ഒരു ബെറ്റർ വേർഷൻ ആകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫഹദിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്ന ആ ഡയലോഗുകൾ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുണ്ടെങ്കിലേ അതിനൊരു പൂർണ്ണതയുണ്ടാകൂ. ബോബിക്ക് വേണ്ടിയിരുന്നത് അമ്പിളിവട്ടമുള്ള ഒരു ആകാശമായിരുന്നു. ആകാശത്തുള്ള ഒരു അമ്പിളിക്കോ കാലുറച്ചു നിൽക്കുവാനും നൃത്തം ചവിട്ടുവാനും ഒരു ഭൂമി. യാത്രകൾ തുടരുകയാണ്. എത്രമേൽ സരസമാം ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പറുദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. എൻ്റെ ഒരു നല്ല സുഹൃത്ത് ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ അതിരാവിലെ പോയിരുന്ന് ചായ കുടിക്കാറുണ്ട്. അതിന്റെ ഫോട്ടോയൊക്കെ അവൻ വാട്സപ്പിൽ ചെയ്യാറുമുണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നും. കാരണം ചായ ഒരു സ്നേഹത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ നാട്ടിൽ നല്ല ചായ പീടികകളും കഫേകളും ഇല്ലായിരുന്നെങ്കിൽ എന്നും കലാപമായി പോയേനെ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ചായ പീടികകളും കഫേകളും ഒക്കെ കഫീൻ കിട്ടുന്ന ഇടങ്ങൾ മാത്രമല്ല, നമുക്ക് വെന്റ് ഔട്ട് ചെയ്യാനുള്ള നല്ല സ്പേസുകൾ കൂടിയാണ് തരുന്നത്. നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് എൻ്റെ മകൾ എന്നോട് ചില ദീർഘദൂര യാത്രകളൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷെ അവൾ ചായ കുടിക്കാറില്ല. അവൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി പപ്പ എന്നാണ്. നിങ്ങളുടെ തിരക്കേറിയ ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനെയൊന്ന് പറയാവുന്നതാണ്, നമുക്കൊരു ചായ കുടിച്ചാലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു.